2025 ശുക്രഭാഗ്യം സിദ്ധിക്കുന്ന അതിവിശേഷപ്പെട്ട യോഗമാണ് മാളവ്യ രാജയോഗം. ഇത് ലഭിക്കുന്ന രാശിക്കാര് ആരെല്ലാം എന്നറിയാം. ചില പ്രത്യേക രാശിക്കാർക്ക്, നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക യോഗങ്ങൾ വരും വർഷം ഫലമായി പറയപ്പെടുന്നു. ഇതിൽ ഒന്നാണ് മാളവ്യ രാജയോഗം. ശുക്രന്റെ അനുഗ്രഹം കൊണ്ട് മാളവ്യ രാജയോഗം ലഭിക്കുന്ന ചില രാശിക്കാരുണ്ട്. ഇതിൽ പെടുന്ന നാളുകാർക്ക് ഇത് ലഭിക്കും. ശുക്രൻ മീനത്തിലാണ് മാളവ്യ രാജയോഗം സൃഷ്ടിക്കുന്നത്. ഈ യോഗം 2025 സിദ്ധിക്കുന്ന രാശിക്കാര് ആരെല്ലാം എന്നറിയാം. ഇടവം രാശി. ഇതിൽ ആദ്യ രാശി ഇടവം രാശിയാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി വരുന്നവർക്ക് ഈ യോഗം പറയുന്നു. ഇത് അമൂല്യമായ ഫലങ്ങൾ 2025 ഇവർക്ക് ഫലം നൽകും. ശുക്രാധിപത്യം ഏറെയുള്ള രാശിയാണ് ഇത്. ഇതിനാൽ ഈ രാശിക്കാർക്ക് ഭാഗ്യം ഏറെയുണ്ടാകും. ഇവർക്ക് ശുക്രന് അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്ന കാലമാണ് ഇത്. വാഹനം, വീട് ഭാഗ്യങ്ങൾ നേടാൻ സാധിക്കും. വരുമാനം വർദ്ധിക്കും. സുഖഭോഗങ്ങളോടെ കഴിയാൻ സാധിക്കുന്ന വർഷമാണ് ഇത്. പ്രശസ്തിയിലേക്ക് ഇവർക്കുയരാൻ സാധിക്കും. എന്ത് പ്രവൃത്തി ചെയ്താലും ഇവർക്ക് ലാഭം ലഭിക്കും. സന്താനലബ്ധി, ആഗ്രഹ സാഫല്യം എല്ലാം ഉണ്ടാകും. ധനുരാശി. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗക്കാർക്ക് ഈ യോഗം കാരണം ഭാഗ്യം ഏറെ വരുന്ന സമയമാണ് വരുന്നത്. ധനഭാഗ്യം വരുന്ന വർഷമാണ് വരുന്നത്. ഭൗതിക സുഖഭോഗങ്ങൾ വന്നുചേരും. ദാമ്പത്യത്തിൽ സന്തോഷവും ഒത്തൊരുമയും ഉണ്ടാകും. പുതിയ ആഭരണം, വസ്തു, വീട്, വാഹനം എല്ലാം ലഭിക്കും. സുഖങ്ങൾ ഏറെ ലഭിക്കും. ആഡംബര ജീവിതം ലഭ്യമാകും. ശുക്രൻ നല്ല ഭാവത്തിലേക്ക് വരുന്നതിനാൽ ഇതുവരെയുള്ള കോട്ടങ്ങൾ മാറിപ്പോകും. കർക്കിടകം രാശി. അടുത്ത രാശി കർക്കിടകം രാശിയാണ്. പുണർതം അവസാന ഭാഗം, പൂയം, ആയില്യം നാളുകാർക്ക് ഭാഗ്യം, വിദേശയോഗം എന്നിവ ലഭിക്കും. അനുകൂലമായ പല യാത്രകളും ചെയ്യാൻ സാധിക്കും. വിദേശയാത്രകൾക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ലതാണ്. വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്നവർക്ക് ഭാഗ്യം അനുകൂല രൂപത്തിൽ വരും. വീടും വാഹനവും വാങ്ങാൻ ഭാഗ്യമുണ്ടാകും. പുതുഗൃഹത്തിന് സാധ്യത കാണുന്നു. പുതിയ ജോലി, സന്താനലബ്ധി എന്നിവ ഭാഗ്യമായി പറയുന്നു. ആത്മീയ യാത്രകൾക്ക് അനുകൂലമായ സമയമാണ്. മംഗളകരമായ പല കാര്യങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഈ യോഗത്താൽ വരുന്നത്.